സോ അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ പുതുതായിട്ട് തുടങ്ങിയ സർവൈവൽ സീരീസ് വേൾഡിൽ കയറുവാണ്. സോ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തന്നെ ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ ചാനലിന് സപ്പോർട്ട് ലേശം കുറവാണ്. സോ നമ്മുടെ പഴയ ചാനലിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഈ ചാനലിൽ തീരെ വ്യൂസ് ഇല്ല. എൻ്റെ പഴയ ചാനലിൽ 14K വ്യൂസൊക്കെ ഉണ്ടായതാണ്. ഈ ചാനൽ അത്ര വ്യൂസൊന്നും കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ ഒരു 100 വ്യൂസെങ്കിലും എത്തിക്കാണ്ട് ഞാൻ ഇതിൻ്റെ പാർട്ട് 3 ഇടുന്നതല്ല. ഈ ഒരു വീഡിയോ അറ്റ്ലീസ്റ്റ് 100 വ്യൂസെങ്കിലും നിങ്ങൾ എത്തിക്കുക. അങ്ങനെയാണ് ഞാൻ പാർട്ട് 3 ഇടുന്നതായിരിക്കും. സോ എന്തായാലും നമ്മൾ സർവൈവൽ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ 30 എമറാൾഡ് എനിക്ക് എങ്ങനെ കിട്ടിയെന്നല്ലേ കാണിച്ചു തരാം. ഈ വീറ്റ് കണ്ടോ, ഇത് വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ മുക്കിയതാണ്. ആൻഡ് ഒരുത്തനുണ്ട് എവിടെയോ ഉണ്ട് അവന് വീറ്റ് കൊടുത്താൽ കുറേ എമറാൾഡ് തരും. പിന്നെ കോള് കൊടുത്താലും കുറേ എമറാൾഡ് തരും. ഞാൻ കുറേ കോള് കൊടുത്തു, അങ്ങനെ കുറേ എമറാൾഡ് വാങ്ങി. വീറ്റും കൊടുത്ത് അങ്ങനെയും കുറേ എമറാൾഡ്. പിന്നെ ഗൈസ്, ഞാനൊരു മൈനിങ് ഏരിയ ഇന്ന് കണ്ടുപിടിച്ചതാണ്. സോ ഇത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. കാരണം ഇതിനകത്ത് മുഴുവൻ അയണാണ്. സോ നമ്മളിന്ന് എപ്പോഴത്തെയും പോലെ മൈനിങ്ങിന് പോകുന്നുണ്ട്. സോ ഇതിനകത്ത് കൺഫാമൊക്കെ തുടങ്ങണം. ബട്ട് ഞാൻ ആദ്യം ഒന്ന് സൂട്ടപ്പ് ആവട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കപ്പം ഇതിനകത്ത് എന്തൊക്കെയുള്ളത്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാം. ഈ വാളും ഞാൻ വില്ലേജറിൻ്റെ അതിൽ നിന്ന് എമറാൾഡ് കൊടുത്ത് മേടിച്ചതാണ്. ഫുഡെല്ലാം എടുത്ത് വെച്ചേക്കാം. വാട്ടർ ബക്കറ്റ് വാട്ടർ ബക്കറ്റ് ആവശ്യമുണ്ട്, ഇവിടെ വെച്ചേക്കാം. അപ്പം ഫുഡൊക്കെ ഞാൻ ഈ ബ്രെഡൊക്കെ വീറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, കുറച്ച് ക്യാരറ്റ് ഉണ്ട്, അത് അതിനകത്ത് ഇരിക്കട്ടെ. ഓക്കെ, 64 ഇതുണ്ട്. ഓക്കെ, ബ്രെഡ് ഇതും വെച്ചേക്കാം. ആൻഡ് ആപ്പിൾ. ഓക്കെ ഗൈസ്, സോ ഇപ്പം നമ്മുടെ കയ്യിൽ കറൻറ്റ്ലി 9 ഇതുമുണ്ട്. പിന്നെ ഇതൊക്കെ മതിയെന്ന് തോന്നുന്നു. സോ ഒരു ഓവനും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും എടുത്ത് വയ്ക്കാം, അതാവശ്യം വരും. ക്രാഫ്റ്റിംഗ് ടേബിൾ ആൻഡ് പിന്നെ നമ്മുടെ ഇതിവിടെ വച്ചേക്കാം. വീറ്റും നമുക്ക് ആവശ്യം വരും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. സോ അപ്പം ബ്രെഡ് തിന്നാം നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത് ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ് പിക്കാക്സ് വേണം. പിക്കാക്സിന് ഹെൽപ്പില്ല. നമുക്ക് കുറച്ച് സ്റ്റോണ് വെറുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടാവണം. കല്ലുണ്ടോ? കല്ല് 56 കല്ലുണ്ട്. ഞാൻ പൊട്ടിച്ച് പോയതിൻ്റെയാ. വില്ലേജർ കിടന്നുറങ്ങിയോ? രാത്രിയായി അതിൻ്റെയാ. ഇറങ്ങടോ വില്ലേജറെ. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. വില്ലേജറെ, തനിക്ക് വേണ്ടിയാണ് ഞാൻ ഉറങ്ങിയത്. താൻ ഉറങ്ങിയാൽ കുറേ ടൈം എടുക്കും രാവിലെ ഞാൻ ഉറങ്ങിയോണ്ട് നേരത്തെ രാവിലെയായി. അതാണ് നമ്മുടെ പവർ. ഇവന്മാർക്കൊന്നും നമ്മുടെ പവറിനെ പറ്റി അറിയത്തില്ല. അയ്യോ, ഞാൻ ഉണ്ടാക്കിയില്ലേ. മറന്നുപോയി. ഓർത്തത് നന്നായി. ഓക്കെ ഗൈസ്, അപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത് ഇവിടെ വയ്ക്കുന്നു. ആൻഡ് ഇതിൽ നിന്ന് ഉണ്ടാക്കണേ ആദ്യം സ്റ്റിക്ക് വേണം. സ്റ്റിക്കില്ല എന്ന് മാത്രം പറയല്ലേ. ഓക്കെ, 35 ഇതുണ്ട്, അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഹൈ മൈനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പിക്കാക്സ് തന്നെ ഉണ്ടാക്കിയേക്കാം. 4 പിക്കാക്സോ, 4. ഓക്കെ, ഇനി ഇത് പൊട്ടിക്കാം. ഇത് അയൺ സോഡല്ലേ, നല്ല പവർ ഉണ്ടാവും. ഓക്കെ, ഇനി എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ കയ്യിൽ വെച്ചേക്കാം. 2 അയൺ സോഡുണ്ട്, 1 അയൺ സോഡ് മാറ്റിയിട്ട് വയ്ക്കാം. യോഹോ, ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഞാൻ സൂപ്പർമാനാണ് ഗൈസ്. ഓക്കെ, സൂപ്പർമാൻ. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഐറ്റംസാ കണ്ടോ. ചാകിരിയാണ്, ചാകിരി. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത്. ഇതെന്തിനാ ഇവിടെ വെച്ച്? എനിമീസ് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ കുറേ മൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സ്റ്റോൺ പിക്കാക്സിൽ അയൺ. അയൺ വേണം. അയൺ. ഇതെന്താ അയണിൻ്റെ ചാകിരിയോ? അത്രക്കൊന്നും ഇല്ല ഗൈസ്, കുറച്ച് അയണേ ഉള്ളൂ. ഇത് 8 എണ്ണം ആകാണ്ടേ ഉള്ളൂ. റോ അയൺ 8 എണ്ണം. ഓക്കെ ഗൈസ്, ഇതുണ്ട്. ഇതും ഉണ്ട്. നമ്മുടെ കയ്യിൽ ടോർച്ചില്ല ഗൈസ്, അതൊരു അലമ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ എന്തായാലും നമുക്ക് ലൂട്ടിൻ്റെ ചാകിരിയാണ്. -41 നമ്മൾ ഉള്ളത്. അപ്പം അതിൻ്റെയാ.
ഓക്കെ, ഞാൻ വിചാരിച്ച കൂടുതലുണ്ട് എന്തായാലും. കൊള്ളാം. ഓഫ്, അലമ്പ്. ആൻസോഡ് കൊണ്ട് 2 അടി അടിച്ചാൽ തന്നെ ചാവും. ഓക്കെ, 3 അടി അടിക്കേണ്ടി വന്നു. കുഴപ്പമില്ല. ആൻഡ് ഓക്കെ, ഓക്കെ, എത്ര എണ്ണം കിട്ടി? 9. ഓക്കെ, ഞാൻ വിചാരിച്ചതിൽ കുറവാണല്ലോ. ഈ റെഡ് സ്റ്റോൺ എടുക്കണമെങ്കിൽ അയണിൻ്റെ വേണം. ഇവിടെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അധികം സോംബി ഒന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വേൾഡിലത്തെ പോലെ അധികം സോംബി ഒന്നുമില്ല. കഴിഞ്ഞ വേൾഡിൽ മൊത്തം സോംബി ആയിരുന്നു, നിങ്ങൾ കണ്ടാലറിയാം. അപ്പോൾ നമുക്ക് പ്ലാങ്ക് വെച്ച് ചൂടാക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ കോളും ഇല്ല ഗൈസ്. കോൾ ഇവിടെ കുറച്ചേ ഉള്ളൂ, അതെന്താണെന്ന് അറിയത്തില്ല. ഡയമണ്ടോ? ഓക്കെ, സോ അയൺ ആയിക്കോട്ടെ, ഞാൻ പൊളിക്കും. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ആൻഡ് വീറ്റ് ഉണ്ടല്ലോ, കുറച്ചുണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, ആൻഡ് ഒരു സ്റ്റാക്ക് ആക്കിയേക്കാം. ഓക്കെ, ഓക്കെ, സ്റ്റാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അയൺ 2 എണ്ണം കിട്ടി. കുറച്ച് അയണും കൂടെ വേണം, എങ്കിലേ സെറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം, എന്നിട്ട് ഇതെടുത്ത് ഇവിടെ തന്നെ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി ഗൈസ്. പിക്കാക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് ആദ്യം അവിടെ ഉണ്ട് ഡയമണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ, മേലെ കുറേ ഡയമണ്ട് ഉണ്ട്. നമുക്ക് ആദ്യം ഗോൾഡൊക്കെ ഒന്ന് എടുക്കാം. ഗോൾഡ് സാധാരണ യൂസ് കുറവാണെങ്കിലും റെയറാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഷടാ, അയ്യോ, ലൈഫില്ല. ചത്ത്. ഓക്കെ, നമുക്ക് നേരെ തിരിച്ചു പോയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിനിട്ട് പണിയണം ഗൈസ്. നമുക്കിപ്പോൾ ഫുൾ ഹാർട്ട് ഉണ്ടല്ലോ, ഒരു സോംബി അല്ലേ, ഈസി ആയിട്ട് പണിയാം. ഓക്കെ ഗൈസ്, അപ്പം അടിയിലോട്ട് പോവാം. ചെറിയ സൗണ്ട് ഉണ്ട്, ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അടിയിലെൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അടിയിലെത്ത്. ഓക്കെ, എൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഓക്കെ, ആൻഡ് കിട്ടി. അയ്യോ, പൊട്ടല്ലേ. ഹാർട്ട് പോയി. നമുക്ക് കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് വേണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് ഡയമണ്ട് അല്ല, അയൺ പിക്കാക്സ്. ഓക്കെ, മാറിപ്പോയി. ഓക്കെ, അയൺ പിക്കാക്സും കിട്ടി. ഓക്കെ ഗൈസ്, ഓക്കെ, 6 അയൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പിക്കാക്സ് വെച്ച് ഇത് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, ആൻഡ് ഇനി നമുക്ക് ആക്സ് വെച്ച് ഇത് എടുക്കാം. എനിക്ക് വേറെയും കുറേ കിട്ടിയോ? ഇതൊക്കെ എന്തോ ഞാൻ ആർക്കറിയാം. ഇതും ചാടാം. ഓക്കെ, ഇതൊക്കെ ചാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ആ ഗോൾഡ് ഒന്ന് എടുക്കാം. ഈ ഗോൾഡിന് ഇത്ര വിലയുണ്ടെന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് പിഗ്ലിനാണ്. ബട്ട് പിഗ്ലിൻ്റെ അടുത്ത് പോകണേ ആദ്യം നമുക്ക് ഇത് വേണം ഗൈസ്. ആദ്യം നമുക്ക് ഡയമണ്ട് ഉണ്ടെങ്കിൽ പിഗ്ലിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. നെതറിൽ പോകണ്ടേ. അതിനിവിടെ ലാവയും കുറവാണ് ഗൈസ്. ലാവ നമുക്ക് കണ്ടുപിടിക്കണം. ലാവ കൊണ്ട് യൂസ് ഉണ്ട്. ഈ ഇൻവെൻട്രി അലമ്പാവുമല്ലോ. ഞാനിപ്പം വരുന്നു ഗൈസ്. ഓക്കെ, ഞാൻ മേലെ ഒന്ന് താഴോട്ട് വീണു. സേഫ് അല്ല ഗൈസ് ഇങ്ങനെ പോകുന്നത്. ലാഡറിനും ചെറിയ അലമ്പൊക്കെ ഉണ്ട്. അപ്പുറത്തും കൂടെ വെക്കണമായിരുന്നു ബ്ലോക്ക്. ഞാൻ ഡെർട്ട് വെച്ചിട്ട് ഇവിടെ അല്ല ലാഡർ വെച്ചത്, താഴോട്ട് വീഴാണ്ടിരിക്കാൻ. അതിൻ്റെ അപ്പുറത്തും കൂടെ വെക്കണമായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ മേലോട്ട് കയറി പോവാണ്. ഓക്കെ, ഇവിടെ ലാഡർ വെച്ചില്ലായിരുന്നോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെയൊക്കെ ഇപ്പം എന്താ ചെയ്യുക ഗൈസ്? ഒരു ക്രീപ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ പൊട്ടിത്തെറിച്ചു. ലാഡറും വീണോ? ഷടാ, ഈ ബ്ലോക്കെല്ലാം എടുത്തേക്കാം, എങ്കിലേ നടക്കത്തുള്ളൂ. എവിടുത്തു ലാഡർ? ഓക്കെ, ലാഡർ നമുക്ക് സെറ്റാക്കാം. ഡയമണ്ട് ആദ്യം എടുക്കാം. ഓക്കെ ഗൈസ്, ഡയമണ്ട് ആദ്യം എടുക്കാം. ഓക്കെ, ഇത് വീണ്ടും റെഡിയാക്കേണ്ടിയിരിക്കുന്നു. അതിനാദ്യം ആ ബക്കറ്റ് ഓഫ് വാട്ടർ വേണ്ടി വരും. ഞാൻ പെട്ട് ഗൈസ്. ഇല്ല, പെട്ടിട്ടില്ല. നമുക്ക്
ഇങ്ങോട്ട് വന്നിട്ട് ഇത് കറക്റ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കറക്റ്റാണ് വെച്ചു. ഓക്കെ ഓക്കെ കുറച്ചുകൂടി വേണ്ടി വരും. ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കുന്നു, എന്നിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കുന്നു, മൊത്തം സ്റ്റിക്കാക്കണം. ഓക്കെ ആൻഡ് സോഡൊന്നും ഉണ്ടാക്കി വെച്ചേക്കാം. ഡയമണ്ട് സോഡും വേണ്ട ഗൈസ്. നമുക്കിപ്പം വേണ്ടത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടി. ഇത് കുറച്ചധികം വേണ്ടിയിരിക്കുന്നു. ഓക്കെ 16 സ്റ്റിക്ക് ബാക്കിയുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഇവിടെ വയ്ക്കുക. അവിടെയും വേണം ഗൈസ് ഒരു സ്റ്റിക്ക്. അപ്പം ഇപ്പം താഴെ വീഴുമ്പോൾ കുഴപ്പമില്ല, വെള്ളത്തിലാവുക. എന്തായാലും മേലോട്ട് പോകും. ഓക്കെ നമ്മൾ മേലോട്ട് കയറുവാണ്. വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് വരണം ഗൈസ്. ബട്ട് ആ ബക്കറ്റിൽ വെള്ളമുണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ വെർ ഈസ് ദ വാട്ടർ ബക്കറ്റ്? ബട്ട് അതിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം അതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് വയ്ക്കാം. ഗൺ പൗഡറൊക്കെ എന്തിനാണ് ഞാൻ കയ്യിൽ പിടിച്ചേ? തമ്പുരാനറിയാം. ഇതാവശ്യമില്ല, ഇതാവശ്യമുണ്ട്. വീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് ലെതറിൻ്റെ ആവശ്യമില്ലാത്ത അധിക സാധനങ്ങളുണ്ട്. ഇതാവശ്യമുണ്ട്, ബ്ലോക്ക് ആവശ്യമുണ്ട്, ഫുഡ് ഇത് ആവശ്യമില്ല. ഓക്കെ ആവശ്യമില്ലാത്ത ഞാൻ പരമാവധി കളഞ്ഞിട്ടുണ്ട്. മാറി നിൽക്കടാ, നിനക്കുള്ള സൂക്കേടാ ഇത്. അടിച്ചതിൽ സോറി കേട്ടോ. ഓക്കെ ഗേസ് നമുക്ക് നമ്മൾ താഴോട്ട് പോവുകയാണ്. വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ തുടക്കം എവിടുന്നാ? ഇത് വരുന്ന വഴി അറിയണ്ടോ? അറിയാണ്ട് ഇപ്പോഴും നിവർത്തിയില്ല ഗൈസ്. ഓക്കെ ഇനി ഇതെടുത്തിട്ട് ഇവിടെ വയ്ക്കാം. കാരണം ഇവിടെ വെള്ളമായാൽ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ വെള്ളമാകുമ്പോൾ ചില്ലറ പ്രശ്നമൊന്നുമല്ല എനിക്ക് വരുന്നത്. ബട്ട് ആ വെള്ളം മാറ്റാനുള്ള ആ ഒരു ഒഴുക്ക് ഇവിടുന്ന് തിരിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് തൽക്കാലം ഗോൾഡ് എടുക്കാം. ഇവിടുന്ന് മാറ്റാൻ ഇപ്പോൾ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ കുറച്ചധികം ഗോൾഡ് തന്നെ അവിടെ ഉണ്ട്. അപ്പം ഇവിടെ അല്ലേ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിള്. എന്തായാലും ഇത് കയ്യിൽ വെച്ചേക്കാം. ഇനി എന്തായാലും പിന്നെ നമ്മുടെ ആ കോപ്പർ കൊണ്ട് പിക്കാക്സ് എല്ലാം ഉണ്ടാക്കുന്ന അപ്ഡേറ്റ് ഇല്ല, അതെൻ്റെ കയ്യിൽ വന്നിട്ടില്ല, വരുവേ ഉള്ളൂ. ഞാൻ ചെയ്ത വേറെ അപ്ഡേറ്റാണ്. എൻ്റെ കയ്യിൽ ഹാപ്പി കാസ്റ്റ് ഇല്ലായിരുന്നു, അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചേ. ആ ഹാപ്പി കാസ്റ്റിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് മറ്റേ കോപ്പർ അപ്ഡേറ്റ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഗൈസ്. പലർക്കും സംശയം ഉണ്ടാവും, ഇവനെന്നായി പറയുന്നത് അപ്ഡേറ്റ് വന്നിട്ടില്ലല്ലോ എന്ന്. സത്യമാണത്, ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഞാൻ ചെയ്തത് ഹാപ്പി കാസ്റ്റിൻ്റെയാണ്. സോറി യെസ്, മൈ മിസ്റ്റേക്ക്. ഇതുകൊണ്ട് ഇത് കിട്ടി. കുറേ റെഡ് സ്റ്റോൺ ഉണ്ട്, കുറേ അയണും ഉണ്ട്. ഇതെന്താടാ റെഡ് സ്റ്റോണിൻ്റെ മഴയാ? എത്ര 59 എണ്ണോ? 59 റെഡ് സ്റ്റോൺ കിട്ടി. അയൺ അധികം ഇല്ല ഗൈസ്,
അയണ് കുറവേ കിട്ടുന്നുള്ളൂ. എൻ്റെ അള്ളിയ ഇത് സ്റ്റാക്ക് ആവുമല്ലോ. നമുക്ക് പൊളിക്കാം. നമുക്ക് അപ്പോഴത്തേക്ക് ഇൻവെൻ്ററി ഫുള്ളായോ? ഈ ഇൻവെൻ്ററി അലമ്പാ. അയൺ ആദ്യം ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ഇനി ഇതും എടുക്കട്ടെ. ആൻഡ് ഇതെന്താടാ മഴയാ? ഇത് ലൂട്ട് മഴ. ആൻഡ് ഇത് ആക്സ് കളയാനുള്ള സാധനങ്ങൾ ആക്സും പിന്നെ ആക്സും കളയാം, ഇതും കളയാം. ഓക്കെ, രണ്ടും പോയിട്ടുണ്ട്. 2 ഇൻവെൻ്ററി കിട്ടി. ഓക്കെ, കുറച്ച് കൂടെ ഗോൾഡ് ഉണ്ട്, അതെടുക്കാം. എടാ റെഡ് സ്റ്റോൺ ഇനിയോ? ലാപ്പീസ് എന്തായാലും വേണം ഗൈസ്. പിന്നെ എവിടെയോ ഞാൻ ഡയമണ്ട് കണ്ടായിരുന്നു, അതും എടുക്കാം. ഗോൾഡൊക്കെ ലാവിഷായിട്ട് കിട്ടി. ഓക്കെ, 11 ഗോൾഡ് കിട്ടി. ബട്ട് അയണ് ഓറ് കുറച്ച് മേലെ കുറേ ഉണ്ട്. അയണോറ് കുറേ ഉണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചതാണ് കുറവാണെന്ന്. കുറച്ചുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ എത്രയാ? ഇവിടെ മൊത്തം ലൂട്ടാന്നേ. അയ്യോ, അത് ഗ്രാവലായിരുന്നു. അത് തലയിൽ വീണതാ. ഓക്കെ ഗൈസ്, ഞാൻ വിചാരിച്ച് സോംബി വല്ലതും വന്നെന്ന്. ഓക്കെ ഗൈസ്, സോംബി ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഡിഫിക്കൽട്ടി വല്ലതും മാറിയോ? ഇല്ല ഗൈസ്, സോംബി ഒന്നും കാണുന്നില്ല. ഇവിടെ കുറേ ആണുണ്ട്, എല്ലാം എടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ചുകൂടെ അയണുണ്ട്. ആൻഡ് അയണ് ലാവിഷായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആൻഡ് ടോട്ടൽ എത്രയായി? 15. കുറേ കിട്ടി. അയണ് മേലും ഉണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്. അയ്യോ, അതായവന് കുഴപ്പമില്ല, നമുക്കത് എടുക്കാം. ഓക്കെ ഗൈസ്, താഴ്ത്തി ചാടുന്നു. ഓക്കെ, ആൻഡ് ഇതെടുക്കുന്നു. ഓക്കെ, അത് കിട്ടി. ഇനി ഇവിടെ വീണത് എവിടുത്തു? ഇവിടെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അത് കിട്ടി, അതും കിട്ടി. അയണ് ഗോൾഡിനേക്കാളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ആൻഡ് ഓക്കെ, ഗോൾഡ് എടുത്തേക്കാം. ഓക്കെ, ലാപ്പീസ് കുറച്ചുണ്ട് ഗൈസ്, പിന്നെ അയണും ഉണ്ട്. ബട്ട് അയണ് കുറേ ഒന്നും കിട്ടിയിട്ടില്ല. ഗോൾഡിനേക്കാളും കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും ഇവിടെ ബ്ലോക്ക് വെച്ച് കയറാം. നമുക്ക് ഇപ്പം എന്ത് കളയും? തൽക്കാലം ഇത് കളയാം. ഓക്കെ ഗൈസ്, റെഡ് സ്റ്റോൺ എടുക്കണോ? എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വത്തക്ക തിന്നാം. അവിടെ ഇനിയും ഉണ്ട് ലാപ്പീസ്. ഓക്കെ ഗൈസ്, നമ്മളപ്പം ഇവിടെ നിന്ന് ഈ ലാപ്പീസ് എടുക്കാം. ഓക്കെ, ഇവിടെ കുറേ ലാപ്പീസ് ഉണ്ടല്ലോ. ഓക്കെ, ലാപ്പീസ് എത്ര കിട്ടി? 40 ലാപ്പീസോ? കുറച്ചും കൂടെ ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഈ ലാപ്പീസ് വെച്ചൊരു അടിപൊളി പരിപാടി ഉണ്ട്. ഡയമണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് 3 ഡയമണ്ട് ഒന്നും പോരാ, കുറേ ഡയമണ്ട് വേണം. ഒരു 10 എണ്ണം എങ്ങാണ്ട് വേണം തോന്നുന്നു. അങ്ങനെ ഇതൊക്കെ എൻചാൻറ്റ് ചെയ്യാൻ പറ്റും. എമറാൾഡ്! ഇത് വളരെ റെയറായിട്ടുള്ള സാധനമാണ്. ഒരെണ്ണം കിട്ടിയതായാലും.
ആൻഡ് എന്ത് മാറ്റും? ഈ ബ്ലോക്ക് മാറ്റാം. എന്തായാലും എമറാൾഡ് സെറ്റ് കേട്ടോ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എമറാൾഡൊക്കെ കിട്ടി. അവിടെ ഇതെന്താണ് ബ്ലോക്ക് വെക്കാത്ത? എൻ്റെ സെറ്റിങ്സ് മൊത്തം തെറ്റിക്കിടക്കുക. അതെൻ്റെ ഓക്കെ, ഇങ്ങനെ വെക്കാൻ ഞാൻ പാടുപെടും ഗൈസ്. ഓക്കെ, വെച്ചൊരു വിധം. ഡയമണ്ട് ഇവിടെ എവിടെയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്? എടാ ഇവിടെ അല്ല ഗൈസ്, സ്ഥലം മാറിയതാണ്. ഡയമണ്ട് ഇപ്പുറത്തെങ്ങാണ്ടായിരുന്നു. ഡയമണ്ട് ഉണ്ടായിരുന്നു ഇപ്പുറത്തെങ്ങാണ്ട്. ഓക്കെ, വെള്ളത്തിൽ കുളിച്ചിട്ട് വരേണ്ടി വന്നു. എന്നാൽ എവിടെ ആയിരുന്നു ഗൈസ്? രാത്രിയായിട്ട് ഞാൻ മേലെ കയറാൻ നോക്കിയതാണ്. ഓക്കെ ഗൈസ്, ഇവിടെ മൊത്തം ശത്രുക്കളാണ്. ഓക്കെ, ടോർച്ച് ഞാൻ കുത്തി വെച്ചതാണ് ഇവിടെ ഡയമണ്ട് കാണാൻ വേണ്ടി. പെട്ടെന്ന് അപ്രത്യക്ഷമായി അങ്ങ് പോയി. എങ്ങനെയാണെന്നറിയത്തില്ല. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നാളെ മൈൻ ചെയ്യാം ഗൈസ്. എന്തായാലും ഇപ്പം ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാണ്. ഈ അയണും ഇതൊക്കെ നമ്മൾ എടുത്തു, ബട്ട് കുറച്ച് ഇത് ഇരിപ്പുണ്ട്, ഇതെടുത്തേക്കാം. കുഞ്ഞിൻ്റെ അളിയ എന്താ കിട്ടാത്ത? നമുക്ക് പ്ലാങ്ക് കളയാം. ആൻഡ് കുറേ റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ. ഇനി നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചൊന്നും അവസാനിക്കുന്നില്ല. നമ്മൾ രാവിലെ ആയതിനു ശേഷം വീണ്ടും മൈൻഡ് ചെയ്യും. പിന്നെ അല്ല, ഞാൻ മേലെ പോട്ടെ. ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത്തായി, ബട്ട് കുഴപ്പമില്ല. ഒരു 30 മിനിറ്റൊക്കെ നമ്മൾ തയ്ക്കുന്നുണ്ട് ഈ വീഡിയോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. മൈൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് സ്കിപ്പ് അടിക്കാം. പിന്നെ ലെങ്ത്ത് കൂടുമ്പോൾ ഏതെങ്കിലും ഭാഗം ബോറായിട്ട് തോന്നി ആ ഭാഗവും സ്കിപ്പ് അടിക്കാം. ബട്ട് വീഡിയോ മുഴുവനായിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗമെല്ലാം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ട്, നിങ്ങൾക്ക് മൈനിങ് വീഡിയോ ഇഷ്ടമുള്ള ഒരാളാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഓക്കെ, കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്, നമുക്ക് അതിന് അത് നല്ല ടേസ്റ്റ്. 22 ഇന്നലെ കിട്ടിയത്. ലൂട്ടിൻ്റെ ചാകരിയുള്ള സ്ഥലമാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഉള്ളിലൊക്കെ സ്ഥലമുണ്ടോ എന്ന് നോക്കാം. ഇതൊരു കുഞ്ഞു ഗുഹയാണ് ഗൈസ്, വലിയ ഗുഹയൊന്നുമല്ല. ഇതാണോ ഞാൻ കുഞ്ഞാന്ന് പറഞ്ഞത്? ഇത് വലുതാണല്ലോ. സോറി ഗുഹ, നിന്നെ അപമാനിച്ചതിൽ ക്ഷമിക്കുന്നു, എനിക്ക് ഖേദമുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ആൻഡ് അയണിൻ്റെ അയണിൻ്റെ ചാകിരി, അയൺ പിക്കാക്സ് തീരാറായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോൺ കൊണ്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റോൺ കൊണ്ടു, ഗോൾഡ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാത്രം ഗോൾഡ് കൊണ്ട് എടുക്കും ഗൈസ്. ഓക്കെ, അയൺ കുറേ ഉണ്ടല്ലോ. പിന്നല്ല, നമുക്ക് കുറേ അയണിൻ്റെ പിക്കാക്സൊക്കെ ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ ഇവിടെ എങ്ങനെ ഡയമണ്ട് കിട്ടും? യെസ്, ഡയമണ്ട് കിട്ടി ഗൈസ്. ഓക്കെ, ഈ വീഡിയോ ഒരു 30 മിനിറ്റ് ലെങ്ത് ആകുന്ന സമയത്ത് ഞാൻ നിർത്തുന്നതായിരിക്കും. അത്ര ലെങ്ത്തൊക്കെ മതി. ഓക്കെ ഗൈസ്, ആൻഡ് ഇവിടെ കുറേ റെഡ് സ്റ്റോൺ ഉണ്ട്, നമുക്ക് എടുത്തേക്കെല്ലാം നമുക്ക് ആവശ്യം വരും.
ഓക്കെ ഗൈസ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി നല്ല ലൂട്ടുണ്ട് ഇവിടെ. ആൻഡ് ഗൈസ് അങ്ങോട്ടൊക്കെ വഴിയുണ്ടോ? ഇല്ല ഗൈസ്, വഴി തീർന്ന്. കമ്പാരിറ്റീവ്ലി ചെറിയ കേവാണെങ്കിലും അത്യാവശ്യം നല്ല ലൂട്ടുള്ള സ്ഥലമാണ്. കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിരുന്നേ ലൂട്ട് മഴയായിരുന്നു. ഓക്കെ, ഇവിടെ ഒന്ന് പിടിച്ച് കയറാൻ പറ്റണം ഗൈസ്. ഈ സോംബി വെറുതെ അടി മേടിക്കും. ഇവൻ അടുത്തടുത്ത് വരാൻ ഇവനെന്താ പൊട്ടനാണോ? നീ എന്നെ ഉപദ്രവിച്ചാലേ ഞാൻ തിരിച്ചു ഉപദ്രവിക്കത്തുള്ളൂ. നീ എന്നെ ഇപ്പോൾ ഉപദ്രവിച്ചു, അതുകൊണ്ട് ഞാൻ തിരിച്ചു ഉപദ്രവിച്ചു. ഓക്കെ, ആൻഡ് അയൺ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ റെഡ് സ്റ്റോൺ എല്ലാം കുത്തിയെടുക്കാം. ഓക്കെ, അത് കിട്ടി. ഇവിടെ കുറേ അയൺ ഉണ്ട്. പിന്നല്ല, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, കിട്ടി ഗൈസ്. ബട്ട് നമുക്ക് ഇവിടെയൊക്കെ ബ്ലോക്ക് വയ്ക്കാം. വെക്കേണ്ടത് റെഡിക്ക് അവിടെ ആയിരുന്നില്ല, ഇവിടെ ഇങ്ങനെ വെച്ച്. ഓക്കെ, ഇനി ഇതെടുക്കാം. ഓക്കെ, കിട്ടി. ഇങ്ങനെ ഓക്കെ, നമുക്ക് കുറേ അയൺ കിട്ടി. എത്രയാണ്? 17 അയണോ? ഓക്കെ ഗൈസ്, മൈ നെയിം ഈസ് ജോൺ സീന. നീ അത്രയ്ക്കൊക്കെ ആയോ? അയ്യോ അയ്യോ, ആടെയാണെങ്കിൽ ഫുള്ള് ഇരുടായിരുന്നു. ഞാൻ എൻ്റെ സാധനം ഒന്ന് തിരിച്ചെടുക്കട്ടെ ഗൈസ്. എൻ്റെ സാധനങ്ങളെല്ലാം പോയി. അതില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഗൈസ്. അതെല്ലാം എനിക്ക് തിരിച്ചു വേണം. എനിക്ക് എൻ്റെ എല്ലാം തിരിച്ചു വേണം. അതില്ലാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. പോവാ തിരിച്ചെടുക്കാനായിട്ട് പോവാ. തിരിച്ചു പോകണം. ഇവിടെ ഡയമണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ സാധനങ്ങളെവിടെ? ഓക്കെ, ഇവിടെ ഡയമണ്ട് ഉണ്ടായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ. അതില്ലാതെ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ അല്ല എൻ്റെ സാധനങ്ങളുണ്ടായിരുന്നേ. അപ്പുറത്ത് ഡയമണ്ട് ഉണ്ട് ഗൈസ്, അതെടുക്കണം. അയ്യോ, സോംബി. എൻ്റെ വാളാടാ, വാഴ നിൻ്റെ കയ്യിലിരിക്കുന്നത്. അവൻ എൻ്റെ വാളെടുത്തേക്കുന്നു. നിന്നെ ഞാനിന്ന്. ഓക്കെ, എൻ്റെ വാള് എനിക്ക് കിട്ടി. ആക്സ് കിട്ടി, ഇത് കിട്ടി. എന്തായാലും ഇവിടം വരെ വന്നിട്ട് എനിക്ക് ഡയമണ്ട് കിട്ടിയല്ലോ, അത് മതി. ഒന്നല്ല, 2 എണ്ണം. രണ്ടാമത്തെ ഇപ്പം കിട്ടും. എൻ്റെ സാധനങ്ങളെല്ലാം കിട്ടിയില്ലേ? അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. സോംബി അടിച്ചൊക്കെ ചാവുകയെന്ന് വെച്ചാൽ ദയനീയമായ അവസ്ഥയാണ് ഗൈസ്. ബട്ട് ഇത്രയും ജീവികളുണ്ടാകുമ്പോൾ ചാവും. ഞാൻ ഷീൽഡ് ഉണ്ടാക്കിയില്ല. ബെസ്റ്റ്. മാറ്. നമുക്ക് ഓരോരുത്തരായിട്ട് വരട്ടെ ഗൈസ്. ഓരോരുത്തരായിട്ട് കൊല്ലാം. സ്കെലിറ്റനൊക്കെ ഇങ്ങനെ ഷീൽഡ് ഇല്ലാത്തവന്മാരുടെ മുന്നിൽ പോയി പെട്ടാൽ ഒരു സ്കെലിറ്റനൊക്കെയാണ് നമുക്ക് മാനേജ് ചെയ്യാം. ഒരു സ്കെലിറ്റനേ ഉള്ളൂ. ബട്ട് ലൈഫില്ല. ചത്ത്. തിരിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ അവന്മാർ മുച്ചൂട് മുടിപ്പിക്കാതിരുന്നാൽ മതി. എൻ്റെ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് ഗൈസ്, അതാണ് പ്രശ്നം. അതില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റത്തില്ല. ഗൈസ്, ഇപ്പുറത്താണ്. എനിക്ക് ആ ഡയമണ്ട് ഒന്നും ഇപ്പം എടുക്കണ്ട.
പിന്നെ എടുത്താൽ മതി. ഇതൊന്ന് പൊട്ടട്ടെ ഗൈസ്, നമുക്ക് ഇതിനെ കളിപ്പിക്കാം. ഓക്കെ, എവിടെ പോട്ടെ, അവിടെ സ്കെലിറ്റൻ ഉണ്ട്. കുഴപ്പമില്ല, എൻ്റെ സാധനങ്ങൾ തിരിച്ചെടുത്തിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാം. ഓക്കെ, എൻ്റെ സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടി. ഒരു ബോ കിട്ടിയിട്ടുണ്ട്, ബട്ട് അമ്പില്ല. ഡയമണ്ട് എവിടെ? എൻ്റെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടോ? ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വാളെടുക്കാം. ഓക്കെ ഗൈസ്, അവന്മാർ അമ്മയെ അടിയായി. ആൻഡ് നമ്മുടെ കയ്യിൽ ഹാർട്ടില്ല. നമ്മളെ അവന്മാർ നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇരുന്നോട്ടെ. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് ആയി, എന്നാലും കുഴപ്പമില്ല. ഈ ഫൈറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ ഈ വീഡിയോ നിർത്തുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു മാരക ഫൈറ്റ് ആയിരിക്കും ഇത്. അപ്പം വാളെടുക്ക്. ഓക്കെ, ചത്ത്. നമുക്ക് ഇനി തിന്നാം, ബ്രെഡ് തിന്നാം. ആരുമില്ല, നമുക്കത് എടുക്കാം കേട്ടോ, ആ ഡയമണ്ട്. ബട്ട് ഒരു ചെറിയ പ്രശ്നം. ഓ, ആ പ്രശ്നം മാറി. ഞാൻ വിചാരിച്ചെൻ്റെ ഈ ആക്സ് തിരിച്ച് കിട്ടി. ഓ മൈ ഗോഡ്. നമുക്ക് തിരിച്ചു പോകാൻ തന്നെ വേണം. സോ ഗൈസ്, അടുത്തൊരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ പണിയും ഗൈസ്. അല്ലേ വേണ്ട, ആ സാധനം ഒന്ന് തിരിച്ചെടുക്കണമെന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ബൈ ബൈ, പീസ് ഔട്ട്. ഒരു തൊലിഞ്ഞ ഉറക്കം ഞാൻ ഉറങ്ങാം. എല്ലാവർക്കും ബൈ ബൈ.